കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഈ അഗ്ലോണിമയെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ്. ദേ കണ്ട, അമ്മയെയും രണ്ട് മക്കളെയും ഞാനിതുപോലെ വേർപ്പെടുത്തി വേറെ പോട്ടിലാക്കി റീപോർട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊച്ചിൻ പീച്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഞാനിത് വാങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷം ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനിടയിൽ എനിക്കിത് ഇതിൽ നിന്ന് രണ്ട് കുഞ്ഞു മക്കളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ഞാൻ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തി വേറെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെയായിരുന്നു ഞാൻ വാങ്ങിയ സൈസ് ഇതുപോലെയായിരുന്നു കേട്ടോ. ഗ്രീൻ കളറായിരുന്നു വാങ്ങിയപ്പോൾ. പിന്നെ അതുപോലെ നല്ലതായിട്ട് വളർന്നു. അത് വെയിലില്ലാത്തപ്പോൾ ഷെയ്ഡിൽ വയ്ക്കാത്തപ്പോൾ കളറ് വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ അതിൻ്റെ. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട സമയം കുറേയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് ഒന്ന് വൈകിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കുഞ്ഞു മക്കളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെ അമ്മയിൽ നിന്ന് അടർത്തി മാറ്റി വേറെ വെച്ച് കൊടുത്താൽ നമുക്ക് പിന്നെയും നന്നായിട്ട് ഹെൽത്തിയോടുകൂടി വലുതാവും. അപ്പോൾ നമുക്ക് കുറേ കുട്ടി കുട്ടി പ്ലാന്റ്സുകൾ വേറെ കിട്ടുമല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെ ഒന്ന് അടർത്തി മാറ്റിയെടുക്കാം. അപ്പോൾ ഇവർ നമ്മൾ ഓപ്പറേഷൻ റൂമിലേക്ക് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 സൈഡൊന്ന് തട്ടിക്കൊടുത്ത് ആ ചട്ടി ഒന്ന് തട്ടി കൊടുത്താൽ നമുക്ക് ഒരു കേടുപാടും കൂടാതെ പോട്ടിൽ നിന്ന് നമ്മുടെ ഇതങ്ങോട്ട് നമുക്ക് ഊരി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ പോട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് കിട്ടുന്ന വെറൈറ്റികളുടെ പ്ലാന്റ്സുകൾ വേറെയുണ്ട്. ചിലതിന് ഭയങ്കരമായിട്ട് താമസം എടുക്കും നമുക്ക് കുഞ്ഞു പ്ലാന്റ്സ് പുതിയ ഷൂട്ട്സൊക്കെ വരാനായിട്ട്. പക്ഷേ ഇത് നമുക്ക് വലിയ താമസമില്ലാതെ ഷൂട്ട്സൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയെയും മക്കളെയും 3 ഭാഗത്താക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാത്തിനും റൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഒരു ചെറിയ ഭാഗം ഉണ്ടാവുമല്ലോ അതിൻ്റെ അവിടെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഒരു മരുന്ന് കൊടുക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വേറെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതിരിക്കാനായിട്ടാണ്. അപ്പോൾ പോട്ടൊക്കെ നല്ല ക്ലിയറായിട്ട് ഹോൾസൊക്കെ ഉള്ളതാണോ എന്ന് നോക്കുക. വെള്ളം നന്നായിട്ട് വാർന്നു പോകണം, കെട്ടിക്കിടക്കരുത്. അപ്പോൾ ഇത് വെച്ച് കൊടുത്തത് ഞാൻ ചെറിയ പോട്ടിലായിരുന്നു. അതിൻ്റെ അഗ്ലോണിമയുടെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ പോട്ട് എടുക്കാനായിട്ട്. ഒരു ചെറിയ കുട്ടിക്ക് വലിയ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് ചെറിയ കുട്ടിക്ക് ചെറിയ ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അമ്മയെ വലിയ പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര വലിയ പോട്ടല്ല, എന്നാലും മുന്നേ ഉണ്ടായിരുന്നേക്കാളും വലിയ പോട്ടിലേക്ക് കുറച്ചും കൂടി മദർ പ്ലാന്റ് ആയല്ലോ. അപ്പോൾ അതിനെ പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോട്ടി മിക്സ് പകുതിയോളം ഇട്ടിട്ട് അതിന് ശേഷം പ്ലാന്റ് വെച്ച് കൊടുത്തിട്ട് ആണ് ഞാൻ പിന്നെ പോട്ടി മിക്സ് ഫില്ല് ചെയ്യണത്. അപ്പോൾ ഞാൻ അഗ്ലോണിമയ്ക്ക് ഉപയോഗിക്കുന്ന പോട്ടി മിക്സിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അതിൽ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ.